ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടും തുടർ നടപടി പോലീസ് സ്വീകരിക്കുന്നില്ല എന്നതാണ് എന്തായാലും പരാതി ഉയരുന്നത്. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹതകൾ നീങ്ങുന്നു. കല്ലറയിലുള്ളത് വിലങ്ങാട് നിന്ന് കാണാതായ സിജോയുടെ മൃതദേഹമല്ല എന്നതാണ് പ്രാഥമിക വിലയിരുത്തൽ. കല്ലറയിലുള്ളത് 2 മൃതദേഹാവശിഷ്ടങ്ങളാണ്. ഇത് 2006-ലും 2015-ലും അടക്കം ചെയ്ത 2 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളാണെന്നാണ് നിഗമനം. സംശയാസ്പദമായി കണ്ട പഴയ മൃതദേഹത്തിന് അടിയിൽ വെച്ചതെന്നാണ് സൂചന. കോഴിക്കോട് നിന്നുള്ള വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയ പരിശോധനയിൽ പ്രാഥമികമായിട്ട് സംശയിക്കാത്ത കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടക്കിയവരുടെ ബോഡി തന്നെയാണെന്നാണ് നമ്മുടെ ഇതുവരെയുള്ള നിഗമനം. എങ്കിൽ തന്നെ നമ്മൾ കൂടുതൽ പരിശോധനയ്ക്കായിട്ട് DNA-ക്കായിട്ടുള്ള സാമ്പിളുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രഥമദൃഷ്ട്യാ നമുക്ക് മനസ്സിലാവുന്നു ഇതിൽ ദുരൂഹയുടെ ആവശ്യമില്ല. ഇതുവരെ കിട്ടിയ തെളിവുകളെല്ലാം വെച്ചിട്ട് അടക്കിയവരുടെ ബോഡി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് ആ പായ അടക്കിയ കൂടെ വെച്ചിരുന്നൊരു പായ തന്നെയാണ്. അത് പിന്നീട് ഇപ്പോൾ കണ്ടപ്പോഴാണ് 6-ലെ അതിനെ പറ്റി ഒന്നുകൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. എങ്കിലും നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ആദ്യം മറിയമ്മയുടെ കൂടെ അടക്കിയ പായയാണ് എന്ന് മനസ്സിലാക്കും. അതെ, അത് 2006-ലാണ്. 2006-ന് ശേഷമായിരിക്കില്ലേ 15 വെക്കുക. അപ്പോൾ താഴെ പോകാനല്ലേ സാധ്യത കൂടുതൽ? അത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പരിശോധിക്കട്ടെ. അതിൻ്റെ അകത്തൊരു കാര്യം കൂടെ നിങ്ങളിപ്പോൾ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ അറക്കപ്പൊടി ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ പുറത്ത് വെക്കുന്നത്. അപ്പോൾ കാലപ്പഴക്കത്തിൽ ട്വിസ്റ്റ് ചെയ്തതാണോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളൊന്ന് പ്രാഥമികമായിട്ടൊന്ന് വിലയിരുത്തട്ടെ. ബാക്കി എക്സ്പെർട്സ് ഉൾപ്പെടെ എടുത്ത സാധനങ്ങളുമായിട്ടൊന്ന് അനലൈസ് ചെയ്യട്ടെ. പ്രഥമ ദൃഷ്ട്യാ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ അകത്ത് സംശയങ്ങളൊന്നുമില്ല, ഇതിലൊരു ദുരൂഹത ഇല്ലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, നേരത്തെ തന്നെ ദുരൂഹതകളില്ല എന്നത് പോലീസ് ഒരു നിഗമനത്തിലെത്തിയിരുന്നു. അതിലേക്ക് തന്നെ കാര്യങ്ങൾ വീണ്ടും എത്തുകയാണ്. മൂന്നാമതൊരു മൃതദേഹം കണ്ടെത്തിയിട്ടില്ല എന്നത് ദുരൂഹത ഇല്ല എന്നതിലേക്ക് എത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും DNA പരിശോധനാ ഫലമൊക്കെ വരുമ്പോഴായിരിക്കുമോ ഒരു അന്തിമ തീർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാവുക? ഗണുക, ഇക്കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്ന് തന്നെയാണ് പള്ളിക്കാരുടെയും ഒപ്പം പോലീസിന്റെയും ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്ന വിശദീകരണം. കാരണം ഇതൊരു കുടുംബ കല്ലറയല്ല. ഓരോ കല്ലറയിൽ ആളുകളെ അടക്കം ചെയ്യുന്ന ഒരു പതിവാണ്. 98 കല്ലറകളാണുള്ളത്. അതിൽ 98ാമത്തെ കല്ലറയിലും ആളെ അടക്കം ചെയ്തു കഴിഞ്ഞാൽ ആദ്യ കല്ലറയിൽ വീണ്ടും 2ാമത്തെ ആളെ അടക്കം ചെയ്യും. ഇങ്ങനെയാണ് 38ാമത്തെ കല്ലറയിൽ 2 പേരെ അടക്കം ചെയ്തു. ആദ്യം 2006-ൽ മറിയാമ്മ എന്ന വയോധികയായ 95 വയസ്സുള്ള സ്ത്രീ അടക്കം ചെയ്തു. പിന്നീട് 2015-ലാണ് അവിടെ ജെയിംസ് എന്ന ഒരാളെ അസ്വാഭാവിക മരണമായിരുന്നു. അദ്ദേഹം രക്തം ഛർദ്ദിച്ച് മരിക്കുകയും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ 2 പേരുടെ മൃതദേഹമാണ് ഉണ്ടായിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ആ കല്ലറയിൽ അടക്കേണ്ട ഒരു ടേൺ എത്തിയപ്പോഴാണ് കഴിഞ്ഞ ദിവസം കല്ലറ തുറന്ന് വൃത്തിയാക്കാൻ ഒരുങ്ങിയത്. ആ സമയത്താണ് ഒരു പായയിൽ കെട്ടിയ പോലുള്ളൊരു വസ്തുവിനെ കാണുന്നത്. പക്ഷേ പിന്നീട് ആ ഒരു സാധനം കണ്ടതിനെ തുടർന്ന് വലിയ പരിശോധനകളൊന്നും നടത്താതെ അപ്പോൾ തന്നെ കല്ലറ അടയ്ക്കുകയും പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. തുടർന്നാണ് ഇന്ന് പോലീസിന്റെ വിദഗ്ധർ പേരാവൂർ DYSP ASP അടക്കമുള്ള ആളുകൾ, ഫോറൻസിക്കിന്റെയും പോലീസ് സർജനും അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിൽ ഇന്ന് വിശദമായ പരിശോധന നടത്തിയത്. ആ വിശദമായ പരിശോധനയിലാണ് നേരത്തെ അടക്കം ജെയിംസിന്റെയും എന്ന് കരുതുന്ന 2 മൃതദേഹങ്ങൾ അതിനുള്ളിലുണ്ട്. അതിന്റെ അസ്ഥി കഷ്ണങ്ങളും മറ്റ് ശരീരഭാഗങ്ങളും കണ്ടെടുക്കാൻ കഴിഞ്ഞു. ഒപ്പം ഈ ഒരു പൊതിഞ്ഞിട്ട വസ്തു എന്ന രീതിയിൽ കാണപ്പെട്ടതൊരു പായാണ്. അത് യഥാർത്ഥത്തിൽ പൊതിഞ്ഞിട്ട രീതിയിലല്ല. അടക്കം ചെയ്ത മൃതദേഹത്തിന്റെ പേടകത്തിന് മുകൾ ഭാഗത്ത് ഉണ്ടായിരുന്ന ഒരവസ്ഥയിലാണ്. ഒപ്പം ഒരുപക്ഷെ ആദ്യം മറിയാമ്മയുടെ മൃതദേഹം അടക്കിയ ശേഷം അറക്കപ്പൊടിയും മണലും ഇട്ട് അത് നിരത്തിയ ശേഷമാണ് 2ാമത്തെ മൃതദേഹം സാധാരണ ഗതിയിൽ വെക്കുക. പക്ഷേ അന്ന് തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായത് കൊണ്ടാവാം 2 മൃതദേഹങ്ങളും ഒരേ നിരയിലാണ് ഇപ്പോൾ കാണുന്നത്. മറ്റു ഒരു തരത്തിലുമുള്ള സംശയങ്ങളില്ല. നേരത്തെ പറഞ്ഞു കേട്ട സിജോസ് കറിയുടെ തിരോധാനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല. അത് പ്രത്യേക നിലയിൽ തന്നെ അന്വേഷിച്ച് മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും വളരെ ദിവസങ്ങളായി നീണ്ടുനിന്ന ഒരു ആശങ്കയ്ക്കാണ് ഇടവക വികാരികൾക്ക് ഒരു ആശ്വാസം ലഭിച്ചിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.